നമസ്കാരം. വീഡിയോ കാണുന്നില്ല എന്ന് പലരും ചോദിച്ചിരുന്നു. യാത്രകളും തിരക്കുകളും ഉള്ളതുകൊണ്ട് പലപ്പോഴും വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് വീഡിയോ പ്രതീക്ഷിച്ചിരുന്നവരോട് ക്ഷമ ചോദിക്കുന്നു. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇടവമാസം പിറക്കുകയാണ്. വരുന്ന വ്യാഴാഴ്ച മെയ് 15-ാം തീയതിയാണ് ഇടവം 1-ാം തീയതി. ഈ ഒരു ഇടവമാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ ചില ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഒരുപാട് കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി അവസാനിക്കുകയും 5 രാജയോഗങ്ങൾ ചേരുന്ന പഞ്ചമഹായോഗം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവമാസം സൗഭാഗ്യമാസം എന്ന് പറയാവുന്നതാണ്. ലോട്ടറി എടുത്തു പോലും ഭാഗ്യം പരീക്ഷിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ജീവിതത്തിലെ ഒരുപാട് സങ്കടങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഇടവമാസം. ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതിലൊക്കെ വിജയം കൈവരുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ചില സന്തോഷ വാർത്തകൾ കേൾക്കാനും സന്തോഷ മുഹൂർത്തങ്ങൾ വന്നു ചേരാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളെ തഴഞ്ഞവരും തള്ളിപ്പറഞ്ഞവരുമൊക്കെ നിങ്ങളുടെ വിജയം കണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാനും അഭിനന്ദിക്കാനുമുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലിലേക്ക് മാറാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്നത് വിശാഖ നക്ഷത്രമാണ്. 5 രാജയോഗങ്ങൾ ഒന്നിച്ചു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഇവർ വിജയം കൊയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വിജയം ഉറപ്പാണ്. ഇടവമാസം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഇതൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. ഈശ്വരാധീനം കൂടുതലുള്ള സമയമായതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്താനുള്ള യോഗം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അതുവഴി ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഈശ്വരാധീനം നിറയുകയും വരും കാലം സൗഭാഗ്യപൂർണ്ണമായി തീരുകയും ചെയ്യുന്നതായിരിക്കും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തെ ശോഭിക്കുന്നതാണ്. ശത്രുക്കളുടെ മുന്നിലൂടെ തലയുയർത്തി നിൽക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയിച്ച് മുന്നേറുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിൽ പല മംഗളമുഹൂർത്തങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മൂന്നാമത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. പല രീതിയിലുള്ള മനപ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ എന്നിവ അനുഭവിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഇതെല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് പൊതുവെ ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചെയ്യുന്നത്. എന്നാൽ ഈ ഇടവമാസം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുകയാണ്. ഇവർ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇറങ്ങി പുറപ്പെട്ടാൽ നടന്നു കിട്ടുന്ന സമയമാണ് വരാൻ പോകുന്നത്. ചില ശുഭവാർത്തകൾ ഇടവം 1-ാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങളെ തേടി വരുന്നതായിരിക്കും. തൊഴിൽ സംബന്ധമായി പറയുകയാണെങ്കിൽ ഉയർച്ചയുടെ പടവുകൾ കയറാൻ പോകുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ഭാവിയെപ്പറ്റി ഓർത്ത് വല്ലാതെ ആശങ്കയിലാണ് ഈ നക്ഷത്രക്കാർ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരുപടി മുകളിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ തന്നെ വഴിത്തിരിവാകുന്ന പല തീരുമാനങ്ങളിലും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല, വളരെ വലിയ ഗുണഫലങ്ങൾ നേടിക്കൊണ്ട് വിജയിച്ചു വരികയും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ നാടിന് തന്നെ നിങ്ങൾ അഭിമാനം കൊള്ളുന്ന രീതിയിൽ, നിങ്ങളുടെ വീട്ടുകാർക്ക് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സൗഭാഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറുന്ന ഒരു മാസമായി ഈ ഇടവമാസം നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളവരാണ് രേവതി നക്ഷത്രക്കാർ. പലതരത്തിലുള്ള ദുരിതങ്ങൾ, മനപ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് രേവതിക്കാർ. ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സൗഭാഗ്യം വന്ന് നിറയുന്നതായിരിക്കും. അത്തരത്തിൽ ചില വഴിത്തിരിവാകുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ ഇടവം 1 പിറക്കുന്നതോടുകൂടി സംഭവിക്കുന്നതാണ്. ഇഷ്ടകാര്യ ലബ്ധി ഉണ്ടാകും, കാര്യവിജയമുണ്ടാകും, ധനപരമായിട്ട് നല്ല നേട്ടം കൊയ്യാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട തൊഴിൽ നേടാനും ഉയർച്ചകളിലേക്ക് പോകാനും ചില അധികാര സ്ഥാനങ്ങൾ കൈയാളാനുമൊക്കെയുള്ള യോഗം തെളിഞ്ഞു വരികയും ചെയ്യുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും യാതൊരു തര പ്രതിസന്ധികളും ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ വിജയിച്ച് മുന്നേറാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ മുരുകക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും ദോഷങ്ങളൊക്കെ മാറി നല്ല ഫലം ലഭിക്കുന്നതാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേര് നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. ദക്ഷിണ അയക്കാൻ ആഗ്രഹിക്കുന്നവർ QR കോഡ് ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.